ഹായ് ഓൾ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കിടിലൻ ക്ലീനിങ് ടിപ്സുമായിട്ടാണ്. ഈ ഒരു സൊല്യൂഷൻ മതി വീടിനുള്ളിലെ ഒരുപാട് കാര്യങ്ങൾ ക്ലീനാക്കി എടുക്കാൻ. സമയം കളയാതെ ഇന്നത്തെ ക്ലീനിങ് ടിപ്പിലോട്ട് പോകാം. ക്ലീനിങ് ചെയ്യാനായിട്ട് നമുക്കൊരു സൊല്യൂഷൻ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഡിഷ് വാഷ് ലിക്വിഡാണ്. ഏത് ലിക്വിഡാണെങ്കിലും കുഴപ്പമില്ല. ഈ ഒരു സൊല്യൂഷൻ റെഡിയാക്കാൻ 3 ഐറ്റം മാത്രം മതി. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ഈ ഒരു ക്ലീനിങ് സൊല്യൂഷൻ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതിനായിട്ട് ഞാൻ ഈ പാത്രത്തിലേക്ക് ഡിഷ് വാഷ് ലിക്വിഡ് 1 സ്പൂണാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മിക്സിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് സാധാരണ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താൽ തന്നെ പാത്രങ്ങൾ നല്ലതുപോലെ ക്ലീനായി കിട്ടും. ഇനി ഇതിലേക്ക് വിനിഗർ ചേർത്ത് കൊടുത്താൽ കറകളൊക്കെ നന്നായി പോയി കിട്ടും. എൻ്റെ കയ്യിൽ വിനിഗർ തീർന്നു പോയത് കൊണ്ട് തന്നെ അതിന് പകരം സബീന പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര നല്ലതുപോലെ മെൽട്ടായിട്ട് കിട്ടുകയും വേണം. ഈ ഒരു സൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോന്നായി ക്ലീൻ ചെയ്തെടുക്കാം. പഞ്ചസാര യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒട്ടിപ്പിടിക്കുമോ എന്നുള്ള സംശയമൊന്നും വേണ്ട. ആ ഒട്ടലൊന്നും ഇതിനുണ്ടാവില്ല. നല്ലതുപോലെ പാത്രങ്ങൾ ക്ലീനായി കിട്ടും. ഇനി സ്റ്റീലിൻ്റെ പാത്രങ്ങൾ, കറ പിടിച്ച പാത്രങ്ങൾ ഓരോന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റീൽ ഗ്ലാസ്, കുപ്പി ഗ്ലാസ് ഇതിലൊക്കെ നല്ല കറ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ എത്ര ക്ലീനാക്കിയാൽ പാത്രമൊക്കെ ക്ലീനാക്കി കഴിഞ്ഞാൽ കിച്ചൺ സിങ്ക് കളറൊക്കെ മങ്ങി എണ്ണമയം വന്ന് വൃത്തികേടാവും. വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ച സൊല്യൂഷനിൽ ഒന്ന് ടിപ്പ് ചെയ്ത് ഇതുപോലെ ഒന്ന് ഉരച്ചെടുക്കാം. അതിൽ പിടിച്ചിട്ടുള്ള അഴുക്കുകൾ മുഴുവനായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇനി സിങ്കിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് കിട്ടും. ഇതുപോലെ കറ പിടിച്ച പാത്രങ്ങൾ, സിങ്ക്, നമ്മുടെ ഗ്ലാസ് സ്റ്റൗ ഇവയൊക്കെ കറ പിടിച്ചാൽ ഇതുപോലെ ഒരു സൊല്യൂഷൻ തയ്യാറാക്കി ക്ലീൻ ചെയ്ത് നോക്കൂ. 100% റിസൾട്ട് കിട്ടും. ഈ ഒരു കുഞ്ഞു ക്ലീനിങ് ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്. ഇൻഷാ അല്ലാഹ് നല്ലൊരു ക്ലീനിങ് ടിപ്പുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.